ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ മോളിവുഡിലെ ഈ വർഷത്തെ മോസ്റ്റ് അവൈറ്റഡ് സിനിമയായ എമ്പുരാൻ തിയേറ്ററിലേക്ക് എത്താൻ ഇനി വെറും 3 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്തിരിക്കുന്ന പാൻ ഇന്ത്യൻ മാസ് ആക്ഷൻ ഡ്രാമ സിനിമയായിരുന്നു എമ്പുരാൻ. ലൂസിഫറിലെ പോലെ എമ്പുരാനിലും 1 മണിക്കൂറിൽ താഴെ, അതായത് 45 മിനിറ്റോളമാകും ലാലേട്ടൻ സ്ക്രീനിലെത്തുക എന്ന് രാജുവേട്ടൻ കൺഫേം ആക്കിയിട്ടുണ്ട്. സിനിമയുടെ ഫസ്റ്റ് ഡേ പ്രീസെയിൽ കളക്ഷൻ വേൾഡ് വൈഡ് ആയിട്ട് ഇപ്പോൾ 40 കോടി രൂപയ്ക്കടുത്ത് എത്തിയിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് ഫസ്റ്റ് ഡേ ബുക്കിങ്ങിലൂടെ തന്നെ 10 കോടിക്ക് മുകളിൽ കളക്ഷനാണ് ചിത്രം ഇതിനോടകം സ്വന്തമാക്കിയത്. വ്യാഴം, വെള്ളി, ശനി, ഞായർ എന്നീ 4 ദിവസത്തെ, അതായത് ഓപ്പണിംഗ് വീക്കെൻഡിലെ കളക്ഷൻ 58 കോടി 10 ലക്ഷം രൂപയാണെന്ന് ഒഫീഷ്യലായി തന്നെ ആശീർവാദ് സിനിമാസ് പുറത്തുവിട്ടിരുന്നു. മോളിവുഡിൽ ഈ വർഷം ഇറങ്ങിയ സിനിമകളിൽ 57 കോടി രൂപ നേടിയ രേഖാചിത്രമായിരുന്നു ഏറ്റവും വലിയ വിജയം. ഇപ്പോഴിതാ ലാലേട്ടൻ്റെ എമ്പുരാൻ തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ മാത്രം ഓപ്പണിംഗ് വീക്കെൻഡിൽ 58 കോടി രൂപ നേടി ഈ വർഷത്തെ ടോപ്പ് ഗ്രോസിംഗ് മോളിവുഡ് സിനിമയായി മാറിയിട്ടുണ്ട്. റിലീസിന് മുമ്പ് തന്നെ പ്രീസെയിൽ റെക്കോർഡുകളെല്ലാം ലാലേട്ടൻ്റെ പേരിലായി മാറിയിട്ടുണ്ട്. ലിയോയെ മറികടന്ന് ഫസ്റ്റ് ഡേ കേരള കളക്ഷനിലും എമ്പുരാൻ മുന്നിലെത്തുമെന്ന് കൺഫേം ആയിട്ടുണ്ട്. അതുപോലെ ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് കളക്ഷൻ 50 കോടി നേടുന്ന ആദ്യത്തെ മലയാള സിനിമയായിട്ടും ലൂസിഫറിൻ്റെ 2ാം ഭാഗമായ എമ്പുരാൻ മാറാൻ പോവുകയാണ്. സിനിമയ്ക്കായിട്ട് ഇനി വെറും 3 ദിവസം മാത്രം കാത്തിരുന്നാൽ മതി. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ എമ്പുരാൻ അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും കൂടി പരിഗണിക്കുക.